കേരള സാങ്കേതിക സർവകലാശാലയിൽ ബജറ്റ് അംഗീകരിക്കാൻ ഇന്ന് ചേരാനിരുന്ന സിൻഡിക്കേറ്റ് യോഗം നടന്നില്ല. 14 അംഗങ്ങളിൽ 4 പേർ മാത്രമാണ് യോഗത്തിനെത്തിയത്. സർവകലാശാലയിൽ സാമ്പത്തിക പ്രതിസന്ധി തുടരും. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തു നിന്നും ഉണ്ട് വിവരങ്ങളുമായി. ഉമേഷ്, ഈ സാങ്കേതിക സർവകലാശാലയിൽ ഈ ഭരണകാര്യങ്ങൾ വീണ്ടും തടസ്സപ്പെടുന്നുണ്ട് എന്നതാണോ? ഇന്നത്തെ ഇപ്പോൾ ബജറ്റ് അംഗീകരിക്കാൻ വേണ്ടിയുണ്ടായിരുന്ന സിൻഡിക്കേറ്റ് യോഗം നടന്നിട്ടില്ല, 4 പേർ മാത്രമേ യോഗത്തിന് എത്തിയുള്ളൂ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വിവരങ്ങൾ എന്തൊക്കെ? 4 പേർ മാത്രം, അതായത് 14 അംഗ സിൻഡിക്കേറ്റ് ആണ് ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയിലുള്ളത്. അതിൽ 9 പേരുള്ളതിൽ 5 പേരെങ്കിലും പങ്കെടുത്തു കഴിഞ്ഞാൽ കോറം തികയുമായിരുന്നു. പക്ഷേ നിലവിൽ 5 പേർ പോലും പങ്കെടുത്തില്ല. 4 പേർ മാത്രമാണ് പങ്കെടുത്തത്. അതായത് VC, രജിസ്ട്രാർ, ഡീൻ അക്കാദമിക്, ഡീൻ റിസർച്ച് എന്നീ 4 പേർ മാത്രമാണ് ഇന്ന് സിൻഡിക്കേറ്റ് യോഗത്തിന് വേണ്ടി സർവകലാശാല ആസ്ഥാനത്ത് എത്തിയത്. 2 MLA മാർ കൂടാതെ 3 സെക്രട്ടറിമാർ അടക്കമുള്ളവർ ഈ സിൻഡിക്കേറ്റ് അംഗത്തിൽ അംഗങ്ങളാണ്. കൂടാതെ വിവിധ കോളേജുകളിലെ പ്രിൻസിപ്പൽമാർ, കൂടാതെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അടക്കമുള്ളവർ അംഗങ്ങളാണ്. പക്ഷേ ഇവർ ഇന്ന് സിൻഡിക്കേറ്റ് യോഗം ചേരാൻ എത്തിയില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് കേരള സാങ്കേതിക സർവകലാശാല. ഈ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ട് ഇപ്പോൾ 1.5 മാസം ആവാൻ പോകുന്നു. ഒപ്പം പെൻഷൻ മുടങ്ങിയിട്ട് 2.5 മാസം ആവാൻ പോകുന്നു. അവിടെ വാഹനങ്ങൾക്ക് ഡീസൽ വാങ്ങാൻ പോലും പണമില്ലാതെ വാഹനങ്ങളെല്ലാം ഒതുക്കിയിട്ടിരിക്കുന്ന സ്ഥിതിയാണ് നിലവിൽ KTUവിലുള്ളത്. ജീവനക്കാർക്ക് മാത്രമല്ല, വിദ്യാർത്ഥികളുടെ സേവനം കൂടി തടസ്സപ്പെടുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് സേവനം ലഭിക്കുന്ന സർവീസ് പ്രൊവൈഡർമാർക്ക് പണം നൽകിയിട്ടില്ല. 87 ലക്ഷം രൂപയാണ് ഒരു മാസം സർവീസ് പ്രൊവൈഡർമാർക്ക് നൽകേണ്ടത്. അത് നൽകിയിട്ടില്ല. ഇവയെല്ലാം നൽകണമെങ്കിൽ സിൻഡിക്കേറ്റ് ചേർന്ന് ഈ ബജറ്റ് അംഗീകരിക്കണം. പക്ഷേ സിൻഡിക്കേറ്റ് ചേരാൻ ഇപ്പോൾ കഴിഞ്ഞില്ല. സിൻഡിക്കേറ്റ് ചേരാതെ പിരിഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ളവ കാണിച്ച് ഹൈക്കോടതിയിൽ VC റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്തായാലും സിൻഡിക്കേറ്റ് യോഗം, ഏറ്റവും നിർണായകമായ സിൻഡിക്കേറ്റ് യോഗമാണ് ഇന്ന് ചേരേണ്ടിയിരുന്നത്. അത് ചേരാതെ പിരിയുന്ന സാഹചര്യമുണ്ടായി. നിലവിൽ ഇടത് അംഗങ്ങളും സർക്കാർ പ്രതിനിധികളും ഈ VCയുടെ നിയമനം, താൽക്കാലിക VC ആയിട്ട് ശിവപ്രസാദിനെ നിയമിച്ചത് സർക്കാർ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് ഗവർണർ സ്വന്തം നിലയിൽ നിയമിച്ചു എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരുപക്ഷെ സർക്കാരിന്റെ കൂടി നിർദ്ദേശത്തെ തുടർന്നായിരിക്കണം ഈ സെക്രട്ടറിമാരടങ്ങുന്ന സർക്കാർ പ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുക്കാത്തത്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കേരള സാങ്കേതിക സർവകലാശാലയിലാണ് ബജറ്റ് അംഗീകരിക്കാൻ ഇന്ന് ചേരാനിരുന്ന സിൻഡിക്കേറ്റ് യോഗം നടക്കാതെ പോയത്. 14 അംഗങ്ങളിൽ 4 പേർ മാത്രമാണ് യോഗത്തിനെത്തിയത്. സാമ്പത്തിക പ്രതിസന്ധി സർവകലാശാലയിൽ തുടരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.